വരുന്നത്. ഇപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. എന്റെ കുഞ്ഞിനാണ് ഏറ്റവും വലിയ റിസൾട്ട്. വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ കുട്ടി ഇപ്പൊ 3 വയസ്സായി. അവൾക്കാണ് ഏറ്റവും വലിയ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവള് ജനിച്ചപ്പോ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും അസുഖങ്ങളായിരുന്നു. ആശുപത്രിയിൽ കയറി ഇറങ്ങി. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഷീലാമയം വഴിയാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ആദ്യമായിട്ട് കവചപ്രാശം, കഫ്നില്, റോളോൺ അതൊക്കെ ഉപയോഗിച്ചു. അപ്പൊ അവൾക്ക് നല്ല കഫക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കുറുങ്ങല്, നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായി. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ കവചപ്രാശം കൊടുത്തു 6 മാസം 1.5 വയസ്സുള്ളപ്പോ തൊട്ടാണ് ഞാൻ കുഞ്ഞിന് ഇത് കൊടുത്തു തുടങ്ങിയത്. അത് കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പൊ കുഞ്ഞിന് ഇൻഹേലർ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവള് 2 വയസ്സായിട്ട് നടക്കുന്നുണ്ടായത്. നടക്കാണ്ടായിപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ ഓർത്തോനെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഓർത്തോന്റെ പ്രശ്നമല്ല, നമുക്ക് മസിൽ ഭയങ്കര ലൂസായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഫിസിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അവിടെ പോയി ഞങ്ങൾ കണ്ടപ്പോഴും ഡോക്ടർ അത് തന്നെയാ പറഞ്ഞേ, ഇപ്പൊ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തതിന്റെ കൂടെ തന്നെ നമ്മള് കുഞ്ഞിന് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രൊഡക്ട്സ് കൊടുത്തതിന്റെ ഫലമായിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന് നടക്കാൻ സാധിച്ചു. നമ്മൾ കൊടുത്ത പ്രൊഡക്ട്സ് ന്യൂട്രിലൈഫ് ആണ്. ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ പ്രൊഡക്ട്സിൽ തന്നെ ഏറ്റവും മഹത്തായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കുഞ്ഞിന്റെ എല്ലാ കുറവുകളും നികത്താൻ ആ പ്രൊഡക്റ്റ് കൊണ്ട് കഴിച്ചു. ഇപ്പൊ കുഞ്ഞിന് നമ്മൾ മൊത്തത്തിൽ ന്യൂട്രിലൈഫ്, കവചപ്രാശം, ചാമ്പി കഫ്നില്, സ്പൈറുലിന ഗോൾഡ് കൊടുക്കുന്നുണ്ടായി. പിന്നെ അയണിന്റെ കുറവുണ്ടായി, വൈറ്റമിൻ ഡി കുറവുണ്ടായി. ഇപ്പൊ ഫീലിംഗ് അയൺ സിറപ്പ് കൊടുത്തു. ഇത്തരം പ്രൊഡക്ട്സ് ആണ് കൊച്ചിന് കൊടുത്തത്. പിന്നെ സ്പൈറുലിന ഞാൻ ഇടയ്ക്ക് കുറച്ചൊക്കെ കൊടുക്കുകയായിരുന്നു. പിന്നെ നാൻഷ്യം അത് സ്ഥിരമായിട്ട് കൊടുക്കുകയായിരുന്നു. അതൊക്കെ കൊടുത്തതിന്റെ ഫലമായി 2 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന് നടക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് വലിയൊരു റിസൾട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ ഫിസിയോക്ക് പോകുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ഫിസിയോക്ക് പോകുന്നുണ്ടായുള്ളൂ. അപ്പൊ കുഞ്ഞിന് നല്ലൊരു മാറ്റം ഈ പ്രൊഡക്ട്സിലൂടെയാണ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യൂട്രിലൈഫ് അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്ട്സ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അവള് നല്ല ഉഷാറായിട്ട് നടക്കുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ റിസൾട്ട്. പിന്നെ നമ്മുടെ ഈ റിസൾട്ട് വെച്ച് 2 പേർക്ക് പ്രൊഡക്ട്സ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. കുറെ പേർക്ക് കൊടുത്തു, പക്ഷെ അവര് ശരിയായി ഉപയോഗിച്ചില്ല. 2 പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരാള് ഒരു ചെറിയ കുട്ടിയാണ്. നമ്മൾ കവചപ്രാശം, കഫ്നിലൊക്കെ കൊടുത്ത് വർഷങ്ങളായിട്ടുള്ള കുട്ടിയുടെ അലർജി ഒക്കെ മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ ഇതൊക്കെ കൊടുത്ത് നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള ഒരു ചേച്ചിയുടെ അലർജി മാറ്റാൻ സാധിച്ചു. ഇനിയും പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് എന്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് ആണ്. എല്ലാവരും ഇത് വാങ്ങി നല്ല വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കണം. നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോഴും കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി സംസാരിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? ഇല്ല. ഓക്കെ. ടിൻസി മാഡം പറഞ്ഞ പോലെ നമുക്ക് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെ ശരിക്കും എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ്. നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് ഏകദേശം ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണസംഖ്യ തന്നെ ശരിക്കും ഗവൺമെന്റ് കണക്ക് പ്രകാരം നമ്മളുടെ ഈ ന്യൂട്രിലൈഫിൽ ധാരാളം അല്ലെ കാൽസ്യം, അതുപോലെ തന്നെ സിങ്ക്, അതുപോലെ തന്നെ പൊട്ടാസ്യം, അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി, ഇ, കെ, വൈറ്റമിൻ B12 പോലുള്ള ഏറ്റവും പ്രധാന പ്രൊഡക്റ്റ് ആണ്. ശരിക്കും എല്ലാ കുട്ടികൾക്കും മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കേണ്ട പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിലൈഫ്. അത് പ്രത്യേകം ഒന്ന് പറഞ്ഞതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് 2-3 പേരുണ്ട്. വർഗീസ് തമ്പി സാറ്, ഷീല മാഡം ഉണ്ട്, രജിമോൾ ടീച്ചർ ഉണ്ട്. ആരാണ് ലൈനിലുള്ളത്? സംസാരിക്കാം. ഒരാൾക്കും കൂടിയാണ് സംസാരിക്കാനുള്ള സമയമുള്ളൂ. പേര് വിളിച്ചാലാണ് സംസാരിക്കുള്ളൂ. വർഗീസ് സാർ, തമ്പി സാർ. യെസ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സംസാരിച്ചോളൂ. എന്റെ പേര് തമ്പി. സാറ് പറഞ്ഞു എറണാകുളം ജില്ലയിൽ വടകൂട്ടിൽ താമസിക്കുന്നു. ഞാൻ ഈ അവസരത്തിലേക്ക് വരുന്നത് 2023 അനിൽ കുറ്റയാണ് മെന്റർ. രാജു കോയിക്കര സ്വാമിയാണ് ഈ അവസരം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇതിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ജെനി സാറാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത് പ്രോഡക്റ്റ് ഉപയോഗിച്ചല്ല ഈ ഫീൽഡിൽ വന്നത്. എന്നെ കൂടുതൽ പിടിച്ചു നിർത്തിയത് ഇതിന്റെ ചാരിറ്റി നേച്ചറാണ്. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കാതെ സമൂഹത്തിന് നന്മ ചെയ്യുക. അതുപോലെ എന്റെ ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കാതെ അവരെ കൊണ്ട് ചാരിറ്റി ചെയ്യിക്കുക. ഇതാണ് ഞാൻ ഇതിനകത്ത് കണ്ടത്.
പിന്നെ എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് ആർത്രൈറ്റിസിന്റെ ആണ്, സർജറിക്ക് വെച്ചിരുന്നതാണ്. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതാ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വെച്ച് പോന്നപ്പോ ഒരാള്, എനിക്ക് പരിചയമുള്ള ആളാ, വിഷണ്ണനായിട്ട് അവിടെ ഇരിക്കണുണ്ട് ബെഞ്ചില്. അപ്പൊ പോരുന്ന വഴിക്ക് ചോദിച്ചു എന്താ അങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു തമ്പി മുട്ടു കുത്തണുണ്ട്, ഞാൻ നിൽക്കില്ല, എന്നെ കൊണ്ട് അതിന് പറ്റണില്ലല്ലോ എന്ന് ഓർത്താണ്. അതെന്താ അങ്ങനെ പറ്റാത്ത എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മുട്ടിന് ഇങ്ങനെ തേയ്മാനാന്നല്ലോ പറഞ്ഞ്, അപ്പൊ അത് സർജറിക്ക് വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞ വൈകിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരു ചെയ്യുന്നുണ്ട്, ആ സപ്ലിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ന്. വൈകിട്ട് വീട്ടിൽ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആദ്യം അത് വാങ്ങാൻ തയ്യാറായില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി എനിക്ക് പറഞ്ഞു പെയിനുള്ളത് മാത്രം തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പെയിനുള്ളത് മാത്രം എടുത്ത് തരില്ല, കോമ്പിനേഷൻ ഒപ്പിച്ചേ തരുള്ളൂ, എങ്കിലേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എന്നാ കൊണ്ടാന്ന് പറഞ്ഞു. ആർത്രൈറ്റിസിന് അദ്ദേഹത്തിന് കൊടുത്തത് നാൽസ്യം, നോവേദന ക്യാപ്സൂള്, ടാമ്പി തൈലം, നോവേദന ജെല്ല്, ഇത്രയേറ്റേ കൊടുത്തുള്ളൂ. അത്രയും കൊടുത്തു. ഒരു മാസം കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം കോഴ്സോടെ വേണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൊണ്ട് കൊടുത്തു. അപ്പോ അദ്ദേഹം പറഞ്ഞു കുറവുണ്ട്. മൂന്നാമത്തെ മാസം മേടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു കോഴ്സ് അഡീഷണൽ വേണമെന്ന്. അതെന്തിനാന്ന് ചോദിച്ചു. അത് ഒരാൾക്ക് കൊടുക്കാനാന്ന്. ഒരാൾക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല, പക്ഷെ ആളെ കാണിച്ചെന്നെ, ആളെ പറഞ്ഞ് മനസ്സിട്ട് കൊടുക്കാതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ ഇതെന്താന്ന് വിചാരിച്ചാ കഴിക്കണേ. അത് എനിക്ക് വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞു. വേണ്ടപ്പെട്ടതാണെങ്കിൽ ആളെ എനിക്ക് കാണിച്ചു തന്നു, അതിന്റെ കുഴപ്പമില്ല, നമുക്ക് എൻ്റെ അടുക്കള പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം എന്റെ ഭാര്യയ്ക്കാന്ന്. എന്നാ പിന്നെ ഭാര്യ കേട്ടേക്കണതാണല്ലോ, ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു കോഴ്സ് ഭാര്യയ്ക്കും കൊടുത്തു. ഭാര്യ അത് 15 ദിവസം കഴിച്ചോളൂ. 15 ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു അത് പുള്ളിക്ക് തന്നെ ഞാൻ കൊടുത്തു, കാരണം എന്റെ മാറി. എന്റെ അത് തേയ്മാനമല്ലായിരുന്നു, നീർക്കെട്ട് കയറിയതായിരുന്നു. ഇത് 2 ആഴ്ച കഴിച്ചപ്പോഴത്തേനും അത് മാറി. അതാണ് ആദ്യത്തെ റിസൾട്ട്. പിന്നെ എനിക്ക് ഹാർട്ടിൽ 4 കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന കേസ്, സർജറിക്ക് വെച്ചായിരുന്ന കേസ്, അത് ഒഴിവാക്കി എടുക്കാൻ പറ്റി. എറണാകുളത്തെ പ്രസിദ്ധമായ ഹോസ്പിറ്റലില് സർജറിക്ക് വെച്ചിരുന്ന കേസാണ്. അത് 1 മാസം കൊണ്ട് ഒഴിവാക്കിയെടുത്തു. പിന്നെ 2 ക്യാൻസർ പേഷ്യൻസിനെ റിലീസ് ചെയ്യാൻ പറ്റി. അത് ആയിരുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയേക്കണത്, അതും പള്ളി പോയപ്പോ തന്നെ കിട്ടിയതാ. ഒരു ടീച്ചർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ടീച്ചറാണ്. അപ്പൊ ഇതെങ്ങനെ ഒരു കാല് തൂക്കിയിട്ടുണ്ട് ഇറങ്ങിയുണ്ട്, ഒരു എളി ഇങ്ങനെ മേളിലേക്ക് വശം കുത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്നെ ടീച്ചറെ കാണിക്കണം, നാണാവില്ല, വല്ല മനുഷ്യനെ കാണൂല, എന്നാ ചെയ്തത്. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്റെ തമ്പി ഇങ്ങനെ 9 മാസമായി, ഇങ്ങനെ ഒരെളിക്ക് സ്വാധീനമില്ല, 9 മാസമായി ചികിത്സ ചെയ്യണം, ഒന്നും കുറയാനില്ല, അതിലൊക്കെ മാറി നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചർ വീട്ടിൽ എന്റെ ഹോം ഷോപ്പിക്ക് അറ്റൻഡ് ചെയ്തതല്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി അറിഞ്ഞല്ലോ, ഞാൻ വരാം, വൈകുന്നേരം വീട്ടിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞുതരാമെന്ന് എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് കൊടുത്തത് നാൽസ്യം, നോവേദന ക്യാപ്സൂള്, ചാമ്പി തൈലം, നോവേദന ജെല്ല്, മുരിങ്ങ ഇറങ്ങിയിട്ട് അധികമായില്ലല്ലോ, നേരത്തെ മുരിങ്ങ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുരിങ്ങയും കൂട്ടി കൊടുത്തു. 15 ദിവസം കഴിയുമ്പോഴത്തേനും അതിന് കുറവായി കഴിയുമ്പോ പുള്ളിക്കാരിച്ച് പറഞ്ഞു ഞാൻ നാളെ ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്, ചേച്ചിക്ക് അസ്ഥി പൊടിഞ്ഞു പോണ കംപ്ലൈന്റ് ആണ്, അപ്പൊ അതിനെ തമ്പി ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഷോപ്പിൽ കഴിയാണ്ട് പുറത്ത് അങ്ങനെ പോകാൻ പാടില്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് വേണ്ടി ഞാൻ അവര് പോയപ്പോ കൂടെ പോയി അതൊക്കെ പറഞ്ഞു കൊടുത്തു. അവരൊരു കോഴ്സ് മേടിച്ചു. 1 മാസം കഴിച്ചപ്പോഴത്തേനും അവർക്ക് കുറവായി. കണ്ടിന്യൂസ് കഴിക്കാൻ അതിന്റെ ഇടയ്ക്ക് അവർക്കൊരു മറ്റേ ബ്ലോക്ക് വന്ന ആശുപത്രിയിൽ അഡ്മിറ്റായി. അതിപ്പോ റിലീസായി. അപ്പൊ അവര് പറയണു ഈ ബ്ലോക്കിന്റെ ഇതങ്ങ് തീർന്നിട്ട് അത് കണ്ടിന്യൂസ് കഴിക്കാന്നാ പറഞ്ഞേക്കുന്നത്. അത് കഴിച്ചിട്ട് കുറവുണ്ട്, അത് കഴിക്കാം, കണ്ടിന്യൂസ് കഴിക്കാം. ഇത് കഴിക്കണോണ്ടാന്ന് തോന്നുന്നു ബ്ലോക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് ഇത് കഴിക്കണോണ്ടാന്ന് തോന്നുന്നു അവർ പറഞ്ഞു എന്നോട്. എന്ന് പറഞ്ഞാൽ സാധാരണ ബ്ലോക്കൊക്കെ ഉണ്ടാവാറുള്ളതാണ്, ഇത് ഒറ്റ ബ്ലോക്ക്, സിംഗിൾ ബ്ലോക്ക് എന്നുള്ളത്. അങ്ങനെ ഈ റിസൾട്ട് ഇങ്ങനെ ഓരോന്ന്
റിസൾട്ട് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യം വരുന്നത്. ഏതാണ്ട് ഒരു 30ഓളം ഷുഗർ പേഷ്യൻസിന് കൊടുത്തതിൽ 28 പേരുടെ നോർമലായി കഴിഞ്ഞു. ഷുഗർ പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്നത് ലൈഫ് അതിനുള്ള പിന്നെ അഡീഷണൽ വേറെ കംപ്ലൈന്റ് ഉള്ളവർക്ക് ചാമ്പിത്തൈലം, നോവേദന ചെല്ല് അങ്ങനെയുള്ളതൊക്കെ കൂട്ടി കൊടുക്കും. വെൽഹാർഡ് അഗൈൻ അത് എന്തായാലും ഷുഗർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ് മുതൽ കൊടുക്കും. അങ്ങനെ പോകുന്നു. ഒരു ചെറിയ ടീമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു സാറേ. താങ്ക് യു സാർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു തമ്പി സാർ. സാർ വളരെ സ്ലോയില് വളരെ വ്യക്തമായിട്ടും കൃത്യതയോടും കൂടി അല്ലെ ആർത്രൈറ്റിസിന്, മുട്ടുവേദനയ്ക്ക്, അതുപോലെ തന്നെ കാൽസ്യം ഡെപ്പോസിറ്റ്, നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്കിന്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു. പക്ഷെ വലിയ റിസൾട്ടുകളാണ് പറഞ്ഞത്.